കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഭരണം അതൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന ചിന്തയിൽ നാട്ടുകാരെത്തി. ഞാനിപ്പോൾ ഈ റോഡിന് ഇങ്ങോട്ട് വരുമായിരുന്നു. നടുവൊടി ഒരു സംശയമില്ല. ആ വടകര ഭാഗത്തും എല്ലാം കിടക്കുന്ന കണ്ടില്ലേ. ഉമ്മൻചാണ്ടി ഭരണം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് നാദാപുരത്തുള്ള ആളുകളോട് പറയണ്ടല്ലോ, ഇവിടെ കോളേജ്, സ്കൂള്, മെഡിക്കൽ കോളേജ് എന്താ അല്ലാത്തത്. അതിന് ശേഷം 10 കൊല്ലം എന്താ നാദാപുരത്തുകാർക്ക് കിട്ടിയത്? അതുതന്നെയാണ് എല്ലായിടത്തും. ഇവരെന്തിനാണ് ഭരിക്കണമെന്ന് അറിഞ്ഞൂടാ, എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത്? ഭരിച്ച് മെഡിക്കൽ കോളേജിൽ പഞ്ഞി നൂലും വാങ്ങാൻ പണമില്ലാത്ത സ്ഥിതിയിലെത്തി. ഭരിക്കാൻ അവർക്ക് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. പണം ഉണ്ടാക്കാനും അറിയില്ല, പണം ചെലവാക്കാനും അറിയില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റൊക്കെ ഒരു ധൈര്യങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ്, ഓരോ മണ്ഡലത്തിലും കോളേജ്. പറയാനുണ്ടല്ലോ ഒരു ധൈര്യം, അതെങ്കിലും നിങ്ങൾക്കുണ്ടോ? അത് പറയാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾക്കുണ്ടോ? വികസന രംഗത്ത് ആ ജാതി മുന്നേറ്റമാണ്. നമ്മൾ ഒരു 5 വർഷം കൂടുമ്പോൾ നമ്മൾ മാറി വരുന്ന UDF ഗവൺമെൻറ് ഒരു 5 കൊല്ലം ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സംസ്ഥാനത്തിന് മുഖം ഇങ്ങനെ ആവില്ല, ശുശ്രൂഷ രംഗം ഇങ്ങനെ ആവില്ല, ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ താഴോട്ട് പോകില്ല. അതുകൊണ്ട് കേരളം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാക്ക്വേർഡ് ഏരിയാസ് മുഴുവൻ ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ കൂടിയാലോചന ഉള്ള ഭരണം വരണം. UDFൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളൊക്കെ മന്ത്രിസഭയിലൊക്കെ ഉള്ള സമയത്ത് പരസ്പരം ആലോചിച്ച് എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ വികസനം നടത്താം, എങ്ങനെ ജനങ്ങളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് പത്രസമ്മേളനവും പ്രസംഗവും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നല്ല നല്ല പ്രസ്താവന അങ്ങനെ വരും, അല്ലാതെ നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതിലൊക്കെ വലിയ അപകടമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളറിയാതെ നമ്മളെ തലക്ക് ഇങ്ങനെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയി മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്തതിൻ്റെ പലിശ എന്ന് പറയുന്ന 9%, അതൊക്കെ ഇനി നമുക്ക് വരും. അവിടെ അപകടകരമായ സ്ഥിതിയിലേക്ക്. കോളേജുകളാണെങ്കിൽ അവിടെ മുഴുവൻ അക്രമം, അങ്ങനെ എല്ലാ കുട്ടികളാണെന്ന് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞതുകൊണ്ട് നാടുവിടുന്നു. വിദേശത്തൊക്കെ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ജോലി സാധ്യതയും ബാക്കി കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയല്ലേ. ഇവിടെ ഉണ്ടാക്കണ്ടേ, നമ്മൾ വളരണ്ടേ? ഈ സാങ്കേതിക വിദ്യയുടെ കാലത്ത് നമുക്ക് വളർത്താൻ കഴിയും. ഞങ്ങളൊക്കെ അത് കാണിച്ചു തന്നതല്ലേ, സ്മാർട്ട് സിറ്റിയും അതുപോലെ ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് നിശ്ചലമായ ഈ അവസ്ഥ അധികം തുടർന്നാൽ കേരളത്തിന് ആപത്താണ്. അത് ആര് മനസ്സിലാക്കി? ഇവിടെ പ്രവീൺ പറഞ്ഞതുപോലെ നോക്കാൻ ഏൽപ്പിച്ചോന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണ സ്ഥിതിയല്ലേ ഇപ്പം ശബരിമലയിലൊക്കെ ഉണ്ട്. നോക്കാൻ ഏൽപ്പിച്ചോ, ഇങ്ങനെ ഉണ്ടോ ഒരു ഏർപ്പാട്? ഭക്തി കൊണ്ടാണ് സാധാരണ ദേവര നോക്കല്. ഇത് പൊന്നു നോക്കുമായിരുന്നു, ഇത് എപ്പോഴാ എങ്ങനെ എടുക്കാൻ കഴിയുക? ആര്? അതിന്റെ സമിതിയുടെ അധ്യക്ഷൻ തന്നെ. ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടും പാർട്ടി നടപടി എടുത്തിട്ടില്ല. ചാനലുകളോ കാണില്ലേ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ അവരൊക്കെ കേട്ടപ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്ത് നടപടിയെടുത്ത് പാർട്ടി ക്ലീനായി. എന്നാൽ ഇവിടെ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ അവിടുന്ന് ദിവ്യ വസ്തുക്കൾ കട്ടുകൊണ്ടുപോയ ആള് ജയിലിൽ കിടക്കുന്നു, പക്ഷേ പാർട്ടി തന്നെ ഉണ്ട്. അത് അഭിമാനമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യുന്നതാവും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കും, ഒരു സംശയവുമില്ല. ആ പ്രതികരണത്തിൻ്റെ തിളപ്പാണ് ഈ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ വമ്പിച്ച ഒരു വിജയ എന്താ സാധ്യത എല്ലാവരും പറയാം. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇനി നമ്മളെ സമയമാണ്, UDFൻ്റെ സമയമാണ്. നിങ്ങളെ കാലം കഴിഞ്ഞു, നിങ്ങളെ സമയം കഴിഞ്ഞു. LDFിനോട് അതാണ് എനിക്ക്. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ അണിനിരത്തിയിരിക്കുകയാണ്, പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് അവരൊക്കെ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഒന്നിച്ച് കൈവക്കാം. അപ്പോൾ അതുകൊണ്ട് പേരിവിടെ വായിക്കുമല്ലോ. ജില്ലാ സ്ഥാനാർത്ഥി ഉണ്ടാവും, ബ്ലോക്ക് രേമ സൂപ്പി, അതുപോലെ തന്നെ പുന്നക്കല് പഞ്ചായത്തിൽ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, യുവാക്കൾ, നമ്മുടെ സഹോദരിമാർ, അങ്ങനെ സമ്മിശ്രമായി പ്രഗത്ഭരായ ആളുകളുടെ നല്ല ടീം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ചിഹ്നത്തിൽ, കയ്യിൽ, കോടിയിൽ ഒക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 2 വാക്കുകൾ പ്രസംഗിക്കും.